കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നതിനൊപ്പം ഏറെ ചർച്ചയാകുന്ന ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് കവിയും സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ സച്ചിദാനന്ദൻ മാഷ്. കേരളത്തിൽ തുടർഭരണമല്ല മാറി മാറിയുള്ള ഭരണമാണ് നല്ലതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ബംഗാളിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പ്രസ്താവന. മൂന്നാമതും ഇടത് സർക്കാർ എന്ന പ്രചാരണവുമായി തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങിയ LDFന് തിരിച്ചടിയാകും വിധമാണ് സച്ചിദാനന്ദന്റെ നിലപാട് വിലയിരുത്തപ്പെടുന്നത്. കവിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ളവരുടെ പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ആകെയും. ഇതിൽ സാഹിത്യകാരന്മാരും രാഷ്ട്രീയക്കാരും എല്ലാമുണ്ട്. തുടർഭരണം കിട്ടിയാൽ അത് ദുരധികാരമായി മാറുമോ? തുടർഭരണം വേണ്ടെന്നല്ല, പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണമെന്നാണ് സച്ചിദാനന്ദൻ ചൂണ്ടിക്കാണിച്ചതെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായമല്ല സച്ചിദാനന്ദൻ പറഞ്ഞതെന്ന് KK ശൈലജയും ചൂണ്ടിക്കാട്ടി അവരുടെ വാക്കുകളിൽ. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേഡർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം വേണ്ടത്ര ജാഗ്രത കുറവോടുകൂടിയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ജാഗ്രത കുറവ് വരുമെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ആശയമാണത്. സച്ചിദാനന്ദൻ സ്ഥിരമായിട്ടുള്ള പാർട്ടി സംഘടനാ പ്രവർത്തനമല്ല, ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകർക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊന്നും അഭിപ്രായമല്ലല്ലോ. സച്ചിദാനന്ദൻ പറഞ്ഞത് ജനങ്ങളുടെ പൊതുവികാരമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPMനുണ്ടായ അപജയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധവാന്മാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരുമാണ് എന്ന ഞങ്ങളുടെ വാദം ശരിവെക്കുന്നതാണ് കവി സച്ചിദാനന്ദൻ്റെ പ്രസ്താവന എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. തുടർഭരണം മാറുന്നത് നല്ലതാണെന്ന് എഴുത്തുകാരി സാറാ ജോസഫും പ്രതികരിച്ചു. കേരളത്തിൽ സർക്കാർ മാറി മാറി വരിക എന്ന ശീലമുണ്ടായിരുന്നു. തുടർഭരണം ഏകാധിപത്യ പ്രവണതയുണ്ടാക്കും. കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഇതാണ് സ്ഥിതി എന്നും സാറാ ജോസഫ് പറഞ്ഞു. തുടർഭരണം മാറണം, അത് നല്ലതാണ്. കാരണം തുടർച്ചയായിട്ട് ഒരേ താളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അതൃപ്തികരമാവുമ്പോൾ അതിനൊരു മാറ്റം വരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. തുടർഭരണം ഗുണമോ ദോഷമോ എന്നായിരുന്നു അഭിമുഖത്തിലെ ചോദ്യം. ബംഗാളിലെ ഉദാഹരണം മുന്നിലുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ബംഗാളിൽ തുടർഭരണം വന്നപ്പോൾ വലിയൊരു വിഭാഗം ജനങ്ങൾ അടിച്ചമർത്തപ്പെട്ടു, വോട്ട് നിഷേധിക്കപ്പെട്ടു. അധികാരത്തെ സ്വാർത്ഥമതികളായ ഒരു വിഭാഗം ആളുകൾ കൈയാളാൻ തുടങ്ങി. ജനാധിപത്യത്തിന് മാറി മാറിയുള്ള ഭരണത്തിന് പ്രാധാന്യമുണ്ട്, അതാണ് ജാഗ്രത നൽകുന്നത് എന്നായിരുന്നു സച്ചിദാനന്ദന്റെ പ്രതികരണം. സച്ചിദാനന്ദനെതിരെ അശോകൻ ചെരുവിൽ രംഗത്തെത്തി. പരിഹാസ്യമായ പ്രസ്താവന എന്നാണ് സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ പറഞ്ഞത്. പറയുന്നത് വിചിത്രമായ കാര്യങ്ങളാണ്. കേരളത്തിലെ പ്രതിപക്ഷം വളരെ മോശം എന്നാണ് പറയുന്നത്. ഇടതുപക്ഷം ഭരണത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പ്രതിപക്ഷത്തിരിക്കണം എന്ന് പറയുന്നതും പരിഹാസ്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ജനങ്ങൾ സാഹിത്യകാരന്മാരെക്കാൾ പ്രബുദ്ധരാണ് എന്നുകൂടിയാണ് അശോകൻ ചെരുവിൽ പറയുന്നത്. സാംസ്കാരിക നായകർ പറയുന്നതെല്ലാം മുഖവിലക്കെടുക്കില്ല അവർ എന്നും അശോകൻ ചെരുവിൽ പറയുന്നു. ആശാസമരം നടന്ന സമയത്ത് സർക്കാരിനെ സച്ചിദാനന്ദൻ വിമർശിച്ചിരുന്നു. സമരം ഇടതുപക്ഷ സർക്കാരിന് അപമാനകരമാണ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചപ്പോഴും വിമർശനമുണ്ടായി. പണത്തിനു വേണ്ടി ഇടതുപക്ഷം സന്ധി ചെയ്യുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. സനീഷ്, ഇക്കാര്യത്തിൽ ഇത് കൗതുകകരമായി എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും സാഹിത്യ രംഗം കൂടി അല്ലെങ്കിൽ സാംസ്കാരിക രംഗം കൂടി ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് ഏതെങ്കിലും തരത്തിൽ കടന്നു വരാറുണ്ട്. ഇവിടെയും അത് സംഭവിച്ചിരിക്കുന്നു. അത് ഇത്തവണ സച്ചിദാനന്ദൻ മാഷിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് കാരശ്ശേരി മാഷ് അതുപോലെ ചിലരൊക്കെ ഇക്കാര്യത്തിൽ ഇതേ അഭിപ്രായം പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്തൊന്ന് സാംസ്കാരിക നായകർ പറഞ്ഞതുപോലെയല്ല ജനം ചിന്തിക്കുന്നതെന്ന് കഴിഞ്ഞാണ് നമുക്ക് വ്യക്തമായതാണല്ലോ. കാരണം കഴിഞ്ഞ തവണയും കാരശ്ശേരി മാഷ് ഇത് പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ ജനം കാരശ്ശേരി മാഷോട് പറഞ്ഞിടത്തിലല്ല നിന്നത്. ഈ സർക്കാരിൻ്റെ വീണ്ടും തുടർഭരണത്തിന് കൊടുത്തു എന്ന് വെച്ചാൽ ഒരിക്കലും മുൻകാലങ്ങളിൽ ഇല്ലാത്ത വിധം അവർക്ക് തുടർഭരണം കിട്ടി. ഇപ്പം തന്നെയും ഒരു തുടർഭരണം അവർക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾ അവർ മാത്രമല്ല, കോൺഗ്രസ്സുകാരും പ്രതിപക്ഷത്തിലെ ആളുകൾക്ക് അത് ഭയപ്പെടുകയും ചെയ്യും. ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് ഹർഷ, എനിക്ക് ഈ അധികാരം ദുഷിപ്പിക്കും, സമ്പൂർണ്ണമായ അധികാരം സമ്പൂർണ്ണമായിട്ട് ദുഷിപ്പിക്കും എന്നൊരു ചൊല്ല് 1887 മറ്റോ ഉള്ള അക്കാലത്ത് അമേരിക്കയിലോ ബ്രിട്ടനിലെ ഒരു പാർലമെൻറ്റേറിയൻ പറഞ്ഞതായിട്ട് നമ്മുടെ ചരിത്രത്തിലുണ്ട്. സമ്പൂർണ്ണമായ അധികാരം സമ്പൂർണ്ണമായിട്ട് ദുഷിപ്പിക്കും. അധികാരം തന്നെ ദുഷിപ്പിക്കുന്നൊരു ഏർപ്പാടാണ്. അധികാരം തന്നെ ദുഷിപ്പിക്കും, അത് സമ്പൂർണ്ണമായിട്ടാകുമ്പോൾ സമ്പൂർണ്ണമായിട്ടുള്ള ദുഷിപ്പിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികളെല്ലാം എന്തിനാണ് നിൽക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികൾ രാമരാമൻ ജപിച്ചിരിക്കുന്നത് ഇരിക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്ന അധികാരത്തിന് വേണ്ടി തന്നെയാണ്. ഈ നാട്ടിലെ ഏറ്റവും ചെറിയ രാഷ്ട്രീയ പാർട്ടി എന്ന് കണക്കാക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്ത് നോക്കൂ. ഏതെങ്കിലും ഒരു ലോക്കൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാത്രം മത്സരിക്കുന്ന ആളുകൾ പോലും അവിടെ അധികാരം കിട്ടാനാണ്, അവിടെ ഭരണം നടത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ മത്സരിക്കുന്നത്. അല്ലാതെ ഈ കൊല്ലം എനിക്ക് കിട്ടിയ എവിടെ എടുത്തോ നീ എടുത്തോ എന്ന് പറയാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടല്ല അവർ നടന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അധികാരം നമ്മളിങ്ങനെ വളരെ ദുഷിപ്പിക്കുന്ന സംഗതിയാണ്, മോശമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രാജ്യത്ത് കാണുന്നൊരു സംഭവം എന്താണ്?
നമ്മുടെ രാജ്യത്ത് ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നു 2014 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ. അദ്ദേഹം 2 തവണ പൂർത്തിയാക്കി, 3-ാം തവണ ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിച്ചത്? നമ്മുടെ കൺമുന്നിലുള്ള കാഴ്ച എന്താണ്? നമ്മുടെ കൺമുന്നിലുള്ള കാഴ്ച BJPയുടെ രാഷ്ട്രീയം, അവർക്ക് പിന്നിലുള്ള സംഘപരിവാര ഫാമിലിയുടെയൊക്കെ ഒരു രാഷ്ട്രീയം എന്ന് അവർ പറയുന്ന രാഷ്ട്രീയത്തെ രാജ്യം മുഴുവൻ സ്പ്രെഡ് ചെയ്യിക്കാനും വളരെ ശക്തമായ രാഷ്ട്രീയമായിട്ട് എറിഞ്ഞു തറപ്പിച്ചെടുക്കാനും മനുഷ്യരുടെ മനസ്സുകളിലേക്കൊക്കെ ആ രാഷ്ട്രീയം കടത്തിവിടാനൊക്കെ BJPക്ക് സാധിച്ചു, വിജയകരമായിട്ട് സാധിച്ചു. അത് അധികാരമില്ലാതിരുന്ന കാലത്ത് BJPക്ക് അത് സാധിച്ചേരുന്നേയില്ല. BJPക്ക് വെറും 1-2 സീറ്റോ ഒക്കെ ഉണ്ടായിരുന്നതാണ് BJP. പക്ഷേ അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ രാഷ്ട്രീയം നമ്മുടെ രാജ്യം ആകെ ചർച്ച ചെയ്യുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ സവർക്കറെ പോലുള്ള ആളുകളെ കുറിച്ച് ഇപ്പോൾ നമുക്ക് മുൻകാലങ്ങളിൽ അറിയാതിരുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. എത്രയോ ആളുകൾ അദ്ദേഹത്തെ ആരാധിക്കുന്നവരായിട്ട് കൂടിയിരിക്കുന്നു. BJPയും RSS മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ പിന്താങ്ങുന്ന ആളുകളുടെ എണ്ണം എത്രയോ വർദ്ധിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണത്? അത് ഹർഷ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ അധികാരം അവരുടെ കൈവശം ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർക്കത് സാധിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് രാഷ്ട്രീയ പാർട്ടിയും ആഗ്രഹിക്കുക എന്താണ്? ഞങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള അധികാരം കിട്ടണം. തുടർച്ചയായിട്ടുള്ള അധികാരം കിട്ടുകയാണെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ശരി. ഇപ്പോൾ BJP വിചാരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ശരി, ഞങ്ങൾക്ക് ആ രാഷ്ട്രീയം ഈ രാജ്യത്താകപ്പാടെ സ്പ്രെഡ് ചെയ്യിക്കാൻ ഞങ്ങൾക്ക് അധികാരം ആവശ്യമാണ്. അധികാരം കൊണ്ട് കിട്ടുന്ന ഓരോരോ കാര്യങ്ങൾ അവർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയത്തെ എറിഞ്ഞ് നിറപ്പിക്കുന്നു. ആ രാഷ്ട്രീയം ആളുകൾ വിശ്വസിക്കുന്നതുകൊണ്ട് കൂടുതൽ പവർ കിട്ടുന്നു. ആ പവർ വെച്ച് അവർ കൂടുതൽ രാഷ്ട്രീയം നടപ്പാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇവിടെ CPMന് കിട്ടിയ രാഷ്ട്രീയം, ഈ അധികാരം കിട്ടി. അധികാരം നിലനിർത്താൻ വേണ്ടി അവരെന്ത് ചെയ്തു? ജനത്തിന് നല്ലത് എന്ന് തോന്നുന്ന, ജനത്തിന് അവരോട് സ്നേഹം തോന്നാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അതാണല്ലോ ഈ പറയുന്ന വികസന നേട്ടങ്ങളായിട്ട് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് മനസ്സിലാക്കി ശരിയാണ് നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഒരു തുടർഭരണം കൂടെ കൊടുത്തു. ഇപ്പോൾ അവർ 2ാമത് ഭരിച്ച് 3ാമത് അവർ നേരിടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? തുടർഭരണം കിട്ടാൻ വേണ്ടിയിട്ട്, അധികാരം പ്രധാനമായതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ജനത്തിന് അവരെ വീണ്ടും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജനം കൊണ്ടുവരും. സാംസ്കാരിക നായകരുടെ ഈ അധികാരത്തോടുള്ള വിമുഖത എന്ന് വെച്ചാൽ അത് അവരുടെ എനിക്ക് സച്ചിദാനന്ദൻ മാഷെ വളരെ ബഹുമാനമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചൊന്നും വളരെ വലിയ പർവ്വതത്തിൻ്റെ കീഴെ നിന്നിട്ട് നമ്മൾ താഴെ നിൽക്കുന്ന പോലെ നിൽക്കേണ്ടുന്ന അത്രക്ക് മഹാമേരുവായിട്ടുള്ളൊരു വലിയ സാംസ്കാരിക നായകനാണ്. കാര്യത്തിലൊന്നും സംശയമേ ഇല്ല. പക്ഷേ അവർ കാണുന്ന പോലെ അല്ല സാധാരണ ജനമാണെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും ഈ സംഭവവികാസങ്ങളെ കാണുക. അവർക്ക് അധികാരം പരമപ്രധാനമാണ്. ഇപ്പോൾ ഈ അധികാരം ഇവർക്ക് സമ്പൂർണ്ണമായിട്ടുള്ള അധികാരമാണല്ലോ സമ്പൂർണ്ണമായിട്ട് ദുഷിപ്പിക്കുക. ഇപ്പം നമ്മൾ കേരളത്തിൽ മാത്രമുള്ള CPMന് ഇതുപോലെ സമഗ്രാധികാര സ്വഭാവങ്ങൾ കാണിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരുള്ളൊരു കാലത്ത് ഈ CPMന് ഇവിടെയുള്ളൊരു സംസ്ഥാന ഭരണം എന്ന് വെച്ചാൽ ഇവർ ഈ ഭയപ്പെടുന്ന മാതിരിയുള്ള സമ്പൂർണ്ണമായിട്ടുള്ള അധികാരമാണോ? ഇവർക്ക് ഇവരുടെ നയനിലപാടുകൾ വളരെ ശക്തമായിട്ട് അങ്ങ് നടപ്പാക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടോ? ഇവർക്ക് പണം കൊണ്ട് ധൂർത്ത് കളിക്കാൻ മാത്രം ഉള്ള പണം ആ ഭാഗത്ത് നിന്നൊക്കെ കിട്ടുന്നുണ്ടോ? കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടുന്നുണ്ടോ? നമ്മൾ നിഷ്പക്ഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPMനും ഈ നാട്ടിലുള്ളത് എന്ന് കാണാൻ പറ്റും. ഇത് വളരെ ഭയങ്കരമായിട്ട് പരിശോധിക്കപ്പെടുന്ന, നല്ല നിലക്ക് സ്ക്രൂട്ടിനി ചെയ്യപ്പെടുന്ന ഒരു സർക്കാരാണ്. ആ തരത്തിലുള്ള അധികാരം മാത്രമേ ഇടതുപക്ഷത്തിന് കൈവശമുള്ളൂ. അതുകൊണ്ട് ഇവരാകെ ദുഷിച്ചു പോകുമേ എന്നീ പറയുന്നതിൽ യാതൊരു കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാറ ജോസഫ് ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരുന്നു, ഓർമ്മയുണ്ടോ? അവർ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മാറി. ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരുന്നു. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ 2 തവണ ഭരിച്ചു. അപ്പോൾ സാറ ടീച്ചർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ 2 തവണ ഭരിക്കാൻ പാടില്ല, അരവിന്ദ് കെജ്രിവാളെ നിങ്ങൾ മാറിക്കൊടുക്കൂ, BJP ഭരിക്കട്ടെ എന്ന് സാറ ടീച്ചർ പറഞ്ഞത് നമ്മൾ കേട്ടോ? ഇല്ലല്ലോ. പിന്നെ ബംഗാളിൻ്റെ കാര്യം പറയുകയാണ്. ബംഗാളിൽ 30-35 കൊല്ലം CPM ഭരിച്ചു, ശരിയാണ്. പക്ഷേ അവർ വരുന്ന കാലത്തിന് മുമ്പ് എന്തായിരുന്നു സ്ഥിതി? 30 വർഷം കോൺഗ്രസ് ഭരിച്ചു. 30 വർഷം ഈ രാജ്യം BJP വരുന്നതിന് മുമ്പ് എന്തായിരുന്നു സ്ഥിതി? കോൺഗ്രസ് ദീർഘകാലമായിട്ട് ഭരിക്കുകയായിരുന്നു. ഇതേക്കാൾ ചെറുപ്പമുള്ള യൗവന തലപ്പുള്ള ആളായിരുന്നു കാരശ്ശേരി മാഷ്. കോൺഗ്രസ് ദീർഘകാലമായിട്ട് ഭരിക്കുന്നു. ജവഹർലാൽ നെഹ്റു നിങ്ങൾ മാറിക്കൊടുക്കൂ, ഇന്ദിരാഗാന്ധി നിങ്ങളൊന്ന് മാറിക്കൊടുക്കൂ, BJPയുടെ ആരെങ്കിലും ഒന്ന് ഭരിക്കട്ടെ, അല്ലെങ്കിൽ CPM ഭരിക്കട്ടെ എന്ന് ഇദ്ദേഹം പറഞ്ഞോ? അപ്പോൾ ഇതിൽ യാതൊരു കാര്യമില്ല, ചുമ്മാ പറയാണ്. ആർക്കാണ് അധികാരം? ആർക്കാണ് ഇവരെ മാറ്റാനുള്ള അവകാശമുള്ളത്? അത് ജനങ്ങൾക്കാണ്. കഴിഞ്ഞ തവണ കാരശ്ശേരി മാഷ് കോൺഗ്രസ്സുകാരനാണ്, എല്ലാവർക്കും അറിയാം. കൽപ്പറ്റ നാരായണ മാഷ് കോൺഗ്രസ്സുകാരനാണ്. സാറ ടീച്ചർ ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരുന്ന ആളാണ്, CPMനോട് എതിർപ്പുള്ള ആളായിരുന്നു. സച്ചിദാനന്ദ മാഷ്ക്ക് പക്ഷേ ആ കാര്യത്തിൽ കൃത്യമായുള്ള നിലപാടുണ്ട്. സച്ചിദാനന്ദ മാഷ്, ഞാനതാ പറയുന്നത്, സച്ചിദാനന്ദ മാഷ് ഈ പറഞ്ഞതിൽ അദ്ദേഹത്തിൻ്റെതായുള്ളൊരു വസ്തുതയും ശരിയുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആശങ്ക കേന്ദ്ര സർക്കാരും രാജ്യത്താകെ തന്നെയും ഒരു സംഘപരിവാര രാഷ്ട്രീയം വ്യാപിക്കുന്ന കാലത്ത് അതിനെതിരായിട്ട് അതിശക്തമായിട്ട് ഉണർന്നു നിൽക്കേണ്ടുന്ന, ഈ ജാഗ്രതയോടെ നിൽക്കേണ്ടുന്ന ഇടതുപക്ഷ മനസ്സ് ഇവിടെ ഒരു അധികാരമുള്ളതുകൊണ്ട് അവർക്കുള്ളിൽ നിന്ന് ആ ഒരു സ്പിരിറ്റ് നശിച്ചു പോകുമോ എന്ന് അദ്ദേഹം ബേജാറാവുകയാണ്. ആ ബേജാറ് ഗോവിന്ദ മാഷും ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ട് ആ ബേജാറിന് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട് എന്നല്ലാതെ മറ്റാളുകൾ പറയുന്നതിനെ അവർ പിണറായി വിജയനോട് ശക്തമായുള്ള വിയോജിപ്പുള്ള ആളായിരുന്നു. പിണറായി വിജയൻ
CPM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് തന്നെ ഈ സാറ ടീച്ചറും കാരശ്ശേരി മാഷും ഒക്കെ ആ പിണറായി വിജയനെ എതിർത്തുകൊണ്ടേയിരുന്നു. പിണറായി വിജയൻ നമ്മൾ മാധ്യമങ്ങളെ എതിർത്താണ്. പക്ഷേ ആ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അവർ വീണ്ടും എതിർത്തു, ഇനി വരരുത് എന്ന് പറഞ്ഞു, വീണ്ടും വന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ അഭിപ്രായം എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. പക്ഷേ ഈ സച്ചിദാനന്ദ മാഷ് പ്രകടിപ്പിക്കുന്ന ഈ അഭിപ്രായത്തിന് പിന്നിൽ ഇവർ കണക്കിലെടുക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. അത് കണക്കിലെടുത്താൽ അവർക്ക് ഗുണമേ വരൂ, ദോഷം വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. അതിനകത്ത് ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. ഇതിൽ സനീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഇവർ അഭിപ്രായപ്പെടുന്ന മട്ടിൽ, സാംസ്കാരിക നേതൃത്വം അഭിപ്രായപ്പെടുന്ന മട്ടിലല്ല പലപ്പോഴും സാധാരണക്കാരൻ കാര്യങ്ങളെ കാണുക എന്നുള്ളത്. അത് മാത്രമല്ല, പലപ്പോഴും അവർ വിലയിരുത്തുന്നത് കുറേ കൂടി ഒരു വൈകാരികമായ തലത്തിൽ നിന്നുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളത് സച്ചിദാനന്ദ മാഷിൻ്റെ തന്നെ മുൻ പ്രതികരണങ്ങളിൽ നിന്ന് ഏതാണ്ട് വ്യക്തമാണ്. നമ്മൾ തന്നെ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളുണ്ട് ഇവിടെ. അതായത് ഇപ്പോൾ PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചു എന്നുള്ളത്, അതിന് കേരളം ഒപ്പുവെക്കാൻ പാടില്ലായിരുന്നു എന്നതിനപ്പുറത്തേക്ക് എവിടെ വരെ കേരളത്തെ വീർപ്പ് മുട്ടിച്ചു കേന്ദ്ര സർക്കാർ എന്നതിലേക്ക് ആ ചർച്ച പോകുന്നില്ല. അദ്ദേഹം ഈ കാര്യത്തിൽ PM ശ്രീയിൽ ഒപ്പുവെച്ചത് ആവശ്യമില്ലാതെ വഴങ്ങിക്കൊടുക്കുകയാണ് സംസ്ഥാനം എന്ന മട്ടിലാണ്. പക്ഷേ സംസ്ഥാനം എവിടെ ചെന്ന് നിൽക്കുന്നു ഈ കാലം കൊണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഭരണകൂടം എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. മാത്രമല്ല, PM ശ്രീയിൽ അതിന് മുമ്പ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം അദ്ദേഹത്തിൻ്റെ ആ കമൻറ്റ് ഏറ്റെടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രതിപക്ഷത്തിലുള്ള കോൺഗ്രസ് എത്രയോ സംസ്ഥാനങ്ങളിൽ ഇതിനു മുമ്പേ ഒപ്പുവെച്ച് അതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഇത് സാധാരണക്കാരൻ എനിക്ക് തോന്നുന്നത് അങ്ങനെയായിരിക്കും അതിനെ കാണുക. അല്ലെങ്കിൽ ദൈനംദിന രാഷ്ട്രീയത്തിൽ ഈ വ്യവഹാരത്തിൽ ഇടപെടുന്ന മറ്റ് വിഭാഗക്കാർ അങ്ങനെ കൂടിയാണ് അതിനെ കാണുക. അദ്ദേഹം ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സങ്കടം, നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. അവരങ്ങനെ അവിടെ നിന്ന് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർ എന്ന നിലയ്ക്ക് അവർ സമരം ചെയ്യുന്നു എന്നുള്ളത്. ആ സങ്കടത്തിനപ്പുറമുള്ള അടുത്ത ഘട്ടത്തിലേക്കോ മറ്റ് കാര്യങ്ങളിലേക്കോ ഒരു പരിധിവരെ ഇവരുടെ ശ്രദ്ധ പോകുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ന്യായമായ സംശയമുണ്ട്. കാരണം കേരളമാണ് ഏറ്റവും കൂടുതൽ ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ അവർക്ക് പണം കിട്ടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. ആദ്യഘട്ടത്തിൽ ആശാ വർക്കർമാരുടെ തുടക്കഘട്ടത്തിലൊക്കെ നമ്മൾ ഈ പറയുന്ന കണക്കിനൊക്കെ അപ്പുറത്ത് എത്രയോ മികച്ച തുക തന്നെ കിട്ടുന്ന ആശാ വർക്കർമാർ കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ ഈ സമരം ചെയ്യുമ്പോൾ അവർ പറയുന്ന ഈ 7,000 രൂപ എന്നുള്ള ഇതിന് മുകളിലാണ് മിക്കവാറും ആശാ വർക്കർമാർ റിസീവ് ചെയ്യുന്നതെന്നുള്ളൊരു സാഹചര്യമുണ്ട്. പിന്നെ SUCI ആണ് ആത്യന്തികമായി ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള ആ അവസ്ഥയുണ്ട്. SUCI പല ഘട്ടത്തിലും ചരിത്രപരമായി തന്നെ പല ഘട്ടത്തിലും സംഘപരിവാറുമായി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയുണ്ട്. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ടല്ലോ. പക്ഷേ അദ്ദേഹം ഇവർ സമരം ചെയ്യുന്നു എന്നുള്ള ആ ഒരൊറ്റ തലം, അതിൻ്റെ ഒരു വൈകാരികമായ ഒരു തലം മാത്രമാണ് അദ്ദേഹം അവതരിപ്പിക്കുക. ഇത് അദ്ദേഹം മുമ്പും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ആ മട്ടിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയുണ്ടായ സമയത്ത് അദ്ദേഹം ഏതാണ്ട് 90കളുടെ തുടക്കം വരെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ പറയുന്നത് എങ്ങനെയാണ്, അതായത് ഏതാണ്ട് ഇന്ത്യൻ സാഹചര്യത്തിലാണ്ട് എല്ലാ കാലത്തും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാവുന്നുള്ള ലൈനിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനെ ആ വഴിക്ക് വിട്ടാൽ ആ വഴിക്ക് തന്നെയാണ് അതിനെ കാണേണ്ടത്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഏറ്റവും ബഹുമാനത്തോടെ നമ്മൾ കാണുക, അതിനെ ആസ്വദിക്കുക, സ്വാഗതം ചെയ്യുക, അദ്ദേഹത്തെ ബഹുമാനിക്കുക എന്നതിനപ്പുറത്ത് അദ്ദേഹം പറയുകയാണ് ഇപ്പോൾ കേരളം പിരിഞ്ഞു പോകേണ്ട ഒരു സംവിധാനമായിരുന്നു എന്ന് വാദിച്ചിരുന്നവർ അവരെ കേൾക്കണം എന്നുള്ള സമീപനം അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. അത് അങ്ങനെ എടുക്കാൻ പറ്റുമോ നമുക്ക്? അത് മാത്രമല്ല, ഇപ്പോൾ അത് കുറച്ചുകൂടി കുറച്ചുകൂടി അതിവിപ്ലവകാരികളായി നിൽക്കുന്നവരോട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കാലത്തെയും അനുഭാവം എന്നുള്ളതൊരു വസ്തുതയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സച്ചിദാനന്ദ മാഷിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CPIM ഈ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എല്ലാ പരിപാടികൾക്കും പാടുമല്ലോ, അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദ്യത്തിൻ്റെ സ്വഭാവത്തിൽ പഴയ ഏതോ ഒരു പദ്യം ചൊല്ലുന്ന, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്നതല്ല, ഇപ്പോൾ ആരും അങ്ങനെ പദ്യം ചൊല്ലാറ് പോലും ഇല്ല. ആ താളത്തിലാണ് CPIMൻ്റെ ഈ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ അവർ ചൊല്ലുക. എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇത് പാടും. ഇത് ചൊല്ലുക എന്ന് തന്നെ എൻ്റെ വായി വരുന്നത്, കാരണം CPIM അങ്ങനെ ചൊല്ലുകയാണ് ചെയ്യുന്നത്. പക്ഷേ സച്ചിദാനന്ദ മാഷ് അതിനെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അത് വെറുതെ വായിച്ചാൽ, അല്ലെങ്കിൽ അത് പാടിയാൽ കിട്ടുന്ന ഊർജ്ജം വേറൊരു തരത്തിലാണ് ആളുകൾക്ക്. കാരണം അതിനൊരു ചടുല താളമുണ്ട്. ആ ചടുല താളത്തിലാണ് അദ്ദേഹം ഈ വിഷയത്തെ സമീപിക്കുന്നത്, ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നുള്ള. CPM കൂടെ ഈ സച്ചിദാനന്ദ മാഷ് മൊഴി മാറ്റിയ ആ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ആക്കുന്നതാണ് നല്ലതെന്ന് നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവരുടെ ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ ആ ചടുല താളത്തിൽ അദ്ദേഹം ചിന്തിക്കും. അദ്ദേഹത്തിൻ്റെ ചിന്ത ആ വഴിക്കാണ്. അദ്ദേഹത്തിൻ്റെ കൂടുതൽ വൈകാരികമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇത്തരം വിഷയങ്ങളിലെ തോന്നലുകൾ, അതൊക്കെയാണ്. പിന്നെ സാധാരണക്കാർ ചിന്തിക്കുന്നത്, ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തിപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ അമ്പലപ്പറമ്പുകളിലൂടെയൊക്കെയാണ്
ആശയപ്രചാരണം നടത്തിക്കൊണ്ടിരുന്നത്. അവിടേക്ക് ഭജന സംഘങ്ങളും മറ്റുള്ളവരും കടന്നു വന്നിട്ട് അതിനെ ആ രീതിയിൽ ഹൈജാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കേരളത്തിലെ യാഥാർത്ഥ്യം എന്താണ്? നിരന്തരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ക്ഷേത്രങ്ങളുടെ വളപ്പിൽ കൊടികുത്തുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള നിരന്തരം ഈ ഭജനയടക്കമുള്ള വിഷയങ്ങൾ സംഘർഷ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് സംഘർഷത്തിൽ മറുഭാഗത്തുള്ളത്? അതായത് ഒരു ഭാഗത്ത് സംഘപരിവാർ അവരുടെ പ്രചാരണം ആ വഴിക്ക് നടത്തുമ്പോൾ ഇപ്പുറത്ത് അതിനെ എതിർക്കുന്നത്, ഇപ്പോൾ കൊല്ലത്തൊക്കെ ആണെങ്കിലും വലിയ സംഘർഷം ഉണ്ടായി. CPIM-ൻ്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ അതിൻ്റെ യുവജന സംഘടനയുടെ പ്രവർത്തകരോ ഒക്കെ തന്നെയാണ് നേരിട്ട് ഗ്രൗണ്ടിൽ എതിർക്കുന്നത് എന്നുള്ളത് ഇത് വായിക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ വിമർശനത്തിനൊപ്പം അത് ആ മട്ടിൽ കൂടിയായിരിക്കും ഉൾക്കൊള്ളുക. പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. കാരണം പ്രത്യയശാസ്ത്രപരമായി തന്നെ ഒന്നാമതൊഴിപ്പിക്കേണ്ട വിഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകൾ വിടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന സംഘപരിവാറിൻ്റെ ആ പ്രത്യയശാസ്ത്രത്തിൽ അതിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന എന്താണ്? കമ്മ്യൂണിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. വിദേശ ശത്രുക്കളായി തന്നെയാണ് അതിനെ പരിഗണിക്കുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ അവശേഷിക്കുന്ന ഒരു സംവിധാനം, ഒരു സർക്കാർ, അധികാരം കയ്യിലുള്ള ഒരു സംവിധാനം ഇന്ത്യയിൽ, ഈ പറഞ്ഞത് ശരിയാണ്, കേരളത്തിലേ ഉള്ളൂ. അത് അമിത്ഷാ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളത്, ഇതോടെ അവസാനിക്കും എന്നുള്ളത്. അതൊരു തരത്തിൽ കോൺഗ്രസ് മുക്ത ഭാരത് എന്നുള്ള മുദ്രാവാക്യത്തിന് സമാനമായ മുദ്രാവാക്യവും അതിന് സമാനമായ നിലപാടുമാണ്. അത് പോകാതിരിക്കാനുള്ള ശ്രമം അത് തന്നെയാണ്. ആ ശ്രമമാണ് അവർ ഈ ക്ഷേമ പദ്ധതികളിലൂടെയും പരിപാടികളിലൂടെയും നടപ്പാക്കുന്നതും വികസനമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. വികസനം എന്നുള്ള ആ ആവർത്തിച്ച് ഉള്ള ഉറപ്പിക്കലിനെയും ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ടില്ല. മറ്റു പലതരത്തിൽ ഗാന്ധിജി നിങ്ങൾ ആരെയാണ് വികസിപ്പിച്ചത് എന്ന് ചോദിക്കും എന്നുള്ള മട്ടിൽ ഈ വികസനം കൊണ്ട് നിങ്ങൾ ആർക്കെന്ത് നേടിക്കൊടുത്തു എന്നുള്ള ചോദിക്കും എന്നൊക്കെയുള്ളത് ഒരു കാലത്തെ ചോദ്യമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞ് ഈ കാലത്ത് തൽക്കാലം ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരിച്ചറിവ് എന്നുള്ളതാണ്. അല്ലാതെ എല്ലാ കാലത്തും പ്രതിപക്ഷത്തിലിരുന്ന് ശക്തി കൂട്ടാം എന്ന് തീരുമാനിച്ചാൽ 30 വർഷം അധികാരത്തിലിരുന്നിട്ട് പുറത്തു പോയതാണ് ബംഗാളിൽ കോൺഗ്രസ്. എത്രയോ കാലം അധികാരത്തിൽ തമിഴ്നാട്ടിൽ പുറത്തു പോയതാണ്. അന്നും ഒരു ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 ടൈം മുമ്പ് BJP അധികാരത്തിലെത്തുമ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോയതാണ് കോൺഗ്രസ്. അന്നും ഒരു ശക്തി വർദ്ധിപ്പിച്ചു. അതിനകത്ത് ഒരു കാര്യം കൂടി പറയാൻ മറന്നു. ത്രിപുരയിൽ CPM ഇല്ലാതായി പോയത് കോൺഗ്രസ്സുകാർ അടപടലെ BJP-കാരായിട്ടാണ്. പിന്നീട് അവർ CPM തിരിച്ചു വരാൻ പറ്റിയില്ല, കോൺഗ്രസും തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. BJP മാത്രം ഭരിക്കുകയാണ്. അവർ തുടർക്കെ ദീർഘകാലമായിട്ട് ഭരിക്കും. അപ്പോൾ ഈ രാഷ്ട്രീയ കാലത്ത്, നമ്മുടെ ദേശീയ സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ കാലത്ത് രാഷ്ട്രീയാധികാരം, ഭരണാധികാരം എന്നത് എത്രമേൽ പ്രധാനമാണ് എന്ന് തുറന്ന കണ്ണുകളോടെ നോക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാകും. അത് CPM-മാർ വേണോ വേണ്ടത്? നാളെ ഇപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ് സച്ചിദാനന്ദ മാഷും സാറ ടീച്ചറും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇത്തവണ അവർക്ക് കൊടുത്തിരിക്കുന്നത് പറയുകയാണെങ്കിൽ നമുക്ക് കേസൊന്നുമില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ വസ്തുത. ദീർഘകാല ഭരണ തുടർച്ചയുടെ സാധ്യത, അതുണ്ടാക്കാൻ സാധ്യതയുള്ള അധികാര കേന്ദ്രീകരണത്തിൻ്റെ അപകടങ്ങൾ, ഇതിൻ്റെ രണ്ടിനെയും ഒരു സമതുലിതമായ കാഴ്ചപ്പാടിൽ നമ്മൾ കാണേണ്ടതുണ്ട്. സുദീർഘ ഭരണാധികാരം ഒരുപക്ഷെ അധികാര കേന്ദ്രീകരണത്തിലേക്കും വിമർശനങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നതിലേക്കും അതുവഴി സാമൂഹികമായ അസമത്വങ്ങളിലേക്കും ഒക്കെ വഴിയൊരുക്കിയേക്കാം. ഒരു സാധ്യത തന്നെയാണത്. പക്ഷേ കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ ജാഗ്രത അത്തരം സാധ്യതകളെ സ്വാഭാവികമായി നിയന്ത്രിച്ചു നിർത്തും എന്നതാണ് നമ്മുടെ അനുഭവം. ദീർഘകാല ഭരണം അനിവാര്യമായും ദുരധികാരത്തിലേക്ക് ചെന്നെത്തും എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെ നമ്മൾ ചെന്നെത്തി നിൽക്കേണ്ടതില്ല. കേരളത്തിൽ ഭരണസ്ഥിരതയാണ് ഉണ്ടാകുന്നതെങ്കിലും ഭരണമാറ്റമാണ് ഉണ്ടാകുന്നതെങ്കിലും സ്ഥിരമായ ജനകീയ ജാഗ്രത അനിവാര്യമാണെന്ന കാര്യത്തിൽ ഈ പാനലിൽ ആർക്കും, ഈ ചർച്ചയിൽ ആർക്കും തർക്കമുണ്ടാകുകയുമില്ല. അടിത്തട്ടിൽ ചെന്ന് തൊടുന്ന ജനാധിപത്യ ബോധം, രാഷ്ട്രീയ സൂക്ഷ്മത, വിമർശന സ്വാതന്ത്ര്യം, സാമൂഹിക ജാഗ്രത, ഇതൊക്കെയാണ് കേരളത്തെ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ജനാധിപത്യ പ്രക്രിയ അതിൻ്റെ ഏറ്റവും മനോഹാരിതയിലും സൂക്ഷ്മാർത്ഥത്തിലും നടക്കട്ടെ. ഇടപെടുന്ന, വിളി കേൾക്കുന്ന, വിധിക്കുന്ന ജനം തീരുമാനിക്കട്ടെ.